സമസ്ത മേഖലകളിലും ടെക്നോളജി ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ടെക്നോളജിക്ക് അടിമയായി മാറാതെ ടെക്നോളജിയെ മനുഷ്യന്റെ അടിമയാക്കി മാറ്റണമെന്ന് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പെരുമ്പാവൂർ മേഖലാ മെത്രാപ്പൊലീത്തയും എം.എ. കോളേജ് അസോസിയേഷൻ ചെയർമാനുമായ അഭിവന്ദ്യ മാത്യൂസ് മോർ അപ്രയം പറഞ്ഞു. എം.എ. ഇന്റർനാഷണൽ സ്കൂളിൽ റോബോട്ടിക്സ് ലാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എം.എ. ഇന്റർനാഷണൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത റോബോട്ടിക്സ് കം സ്റ്റെം ലാബിൽ വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 3D പ്രിന്റിംഗ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ച് പേറ്റന്റ് നേടുന്നതിനായി അപേക്ഷിക്കാവുന്ന നൂതന ആശയങ്ങളും പ്രൊജക്ടുകളും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കാൻ കഴിയും. റോബോട്ടിക്സ് സ്റ്റെം ലാബിന്റെ ഉദ്ഘാടനം മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പെരുമ്പാവൂർ മേഖലാ മെത്രാപ്പൊലീത്തയും എം.എ. കോളേജ് അസോസിയേഷൻ ചെയർമാനുമായ അഭിവന്ദ്യ മാത്യൂസ് മോർ അപ്രയം നിർവഹിച്ചു. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാൽവെപ്പാണ് റോബോട്ടിക്കിന്റെ ലാബ് ആരംഭിക്കുന്നതായിട്ടാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കുറച്ച് നാൾ മുമ്പ് 2 വർഷം മുമ്പ് ജപ്പാനിൽ പോയിട്ട് ഒരു എക്സിബിഷൻ നടത്തുകയും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകൾക്കാണ് അതിൻ്റെ അവാർഡ് കിട്ടിയത്, വേൾഡ് ലെവലിൽ നടത്തിയത്. സമസ്ത മേഖലകളിലും ടെക്നോളജി ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ടെക്നോളജിക്ക് അടിമയായി മാറാതെ ടെക്നോളജിയെ മനുഷ്യന്റെ അടിമയാക്കി മാറ്റണമെന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച ദൈവാനുഗ്രഹമായി കണ്ട് അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്ന് റോബോക്കിഡ്സ് സിഇഒ അനിൽ ജോസഫ് പറഞ്ഞു. റോബോക്കിഡ്സ് സ്റ്റെം റോബോട്ടിക്സ് കമ്പനിയാണ് ലാബ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എം.എ. എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എൽദോ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ അനിത നായർ സ്വാഗതവും നീൽ മിറ്റൽ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.